അന്തരിച്ച പ്രമുഖ ചിത്രകാരൻ എ രാമചന്ദ്രന്റെ സഹധർമ്മിണി ചമേലിയെ ദില്ലിയിലെ വസതിയിലെത്തി സന്ദർശിച്ച സിപിഐഎം ജനറൽ സെക്രട്ടറി എം എ ബേബി രാമചന്ദ്രനും കുടുംബവുമായി വർഷങ്ങളായുള്ള സൗഹൃദം വിലമതിക്കാനാകാത്തതാണെന്ന് എം എ ബേബി പറഞ്ഞു. പാർട്ടിയിലെ പുതിയ നിയോഗം മികച്ച രീതിയിൽ നിർവഹിക്കാനാകട്ടെ എന്ന് ചമേലിയും ആശംസിച്ചു. 2024 ഫെബ്രുവരിയിൽ വിട പറഞ്ഞ ഭാരതീയ ചിത്രകാരൻ എ രാമചന്ദ്രന്റെ ഭാര്യ ചമേലിയെ ദില്ലി ലക്ഷ്മി നഗറിലെ വസതിയിലെത്തിയാണ് സിപിഐഎം ജനറൽ സെക്രട്ടറി എം എ ബേബി സന്ദർശിച്ചത്. രാമചന്ദ്രനും കുടുംബവുമായി വർഷങ്ങളായി സൗഹൃദമുള്ള എം എ ബേബി പാർട്ടി ജനറൽ സെക്രട്ടറി ആയതിനു ശേഷവും കാർട്ടൂൺ അക്കാദമി ചെയർമാൻ സുധീർനാഥിനൊപ്പം പതിവ് സന്ദർശനം നടത്തുകയായിരുന്നു. രാമചന്ദ്രൻ രാജ്യത്തിന് നൽകിയ സംഭാവനകളും അദ്ദേഹത്തിന്റെ കലാസൃഷ്ടികളും പുരസ്കാരങ്ങളും കേരളത്തിന് കൈമാറാൻ സന്നദ്ധമായ കുടുംബാംഗങ്ങളെയും അദ്ദേഹം അഭിനന്ദിച്ചു. ചമേലി എൻ്റെ മൂത്ത സഹോദരിയെ പോലെയാണ്. ഈ വരുന്ന ആഗസ്റ്റ് 5-ന് 85-ാം പിറന്നാൾ ആകാൻ പോവുകയാണ്. ഇവിടെ വന്നപ്പോൾ രാമചന്ദ്രനെക്കുറിച്ചുള്ള ഓർമ്മകൾ ഞങ്ങളുടെ മുമ്പിൽ വെച്ച് അയവിറക്കുകയുണ്ടായി. ശ്രീ രാമചന്ദ്രൻ അദ്ദേഹത്തിൻ്റെ അമൂല്യങ്ങളായ കലാസൃഷ്ടികൾ, ചിത്രങ്ങളും ശില്പങ്ങളും, അദ്ദേഹത്തിൻ്റെ ലൈബ്രറിയിലെ അമൂല്യ ഗ്രന്ഥങ്ങളുമൊക്കെ കേരളത്തിന് സംഭാവന ചെയ്യാൻ തയ്യാറായി. അതിനെക്കുറിച്ചും സഹോദരി ചമേലി പരാമർശിക്കുകയുണ്ടായി. ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ എം എ ബേബിയുടെ പ്രവർത്തനം പാർട്ടിക്ക് പുതിയ കരുത്ത് നൽകട്ടെ എന്ന് ചമേലിയും ആശംസിച്ചു. He is old friend and we are so thankful to him. Even this museum, it was his idea. So we were very grateful. I am very grateful to him and I am sure he will show the party new ways. രവീന്ദ്രനാഥ ടാഗോർ സ്ഥാപിച്ച ശാന്തി നികേതനിൽ അധ്യാപകനായി എത്തിയ പണ്ഡിതന്റെ മകളായിരുന്നു ചമേലി. ചമേലി എന്ന പേര് നൽകിയതും ടാഗോർ ആയിരുന്നു. സംഗീതജ്ഞൻ കൂടിയായ രാമചന്ദ്രൻ ശാന്തി നികേതനിൽ വെച്ചാണ് ചമേലിയുമായി പരിചയപ്പെടുന്നതും വിവാഹിതരാകുന്നതും. രാമചന്ദ്രന്റെ ഓർമ്മകളിൽ ജീവിക്കുന്ന 85-കാരിയായ ചമേലിയുമായി അദ്ദേഹത്തോടൊപ്പമുള്ള സ്മരണകൾ പങ്കുവച്ചാണ് എം എ ബേബി മടങ്ങിയത്. കൈരളി ന്യൂസ്, ദില്ലി.